പവർ ടീം റോസ്റ്റ് പൂജ വക. മോർണിംഗ് ആക്ടിവിറ്റിയിൽ സോഷ്യൽ മീഡിയ സ്റ്റൈലിൽ ഇൻ്റർവ്യൂ ചെയ്യുക എന്നതായിരുന്നു പൂജയ്ക്ക് കൊടുത്ത മോർണിംഗ് ആക്ടിവിറ്റി. പൂജ അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പവർ ടീമിനെ അത്യാവശ്യം നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അവരോട് ആദ്യം ചോദിക്കുന്നത്, നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഈ സർവാധികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ജനാധിപത്യമാണോ, ഏകാധിപത്യമാണോ, എന്താണ് നിങ്ങൾ ഈ പവർ റൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഗബ്രിയാണ് അതിന് മറുപടി പറയുന്നത്, ഇത് ഏകാധിപത്യം അല്ലെങ്കിൽ ജനാധിപത്യം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിലൊരാളല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്, വ്യത്യസ്ത അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. അപ്പം അതിൽ ഏറ്റവും നല്ല അഭിപ്രായം ഏതാണോ അതാണ് നമ്മൾ തീരുമാനമായിട്ട് എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഗബ്രി അപ്സരക്കിട്ടുമെന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഒരാൾ മാത്രം അങ്ങനെ അഭിപ്രായം പറഞ്ഞ് പോകാൻ പാടില്ല, പല അഭിപ്രായങ്ങളുള്ള ആൾക്കാരുണ്ട്, അപ്പോൾ അവരെയും കൂടെ കേട്ടിട്ട് വേണം അഭിപ്രായം എടുക്കാനെന്നൊക്കെ നൈസായിട്ട് ഇൻഡയറക്റ്റ്ലി അപ്സരക്കിട്ടും ഗബ്രി വെക്കുന്നുണ്ട്. എന്നിട്ട് പൂജ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ പ്ലേറ്റ് മറ്റുള്ളവർ കഴുകി വെക്കണമെന്നാണല്ലോ പറയുന്നത്, അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സെൽഫ് റെസ്പെക്റ്റിനെ ബാധിക്കുന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്സരയാണ് അതിന് മറുപടി പറയുന്നത്. അപ്സര പറയണത്, ഞങ്ങളുടെ മുകളിലുള്ള ആൾക്കാർ തന്നിട്ടുള്ള നിയമങ്ങളിൽ നിങ്ങൾക്ക് സുഖ സൗകര്യങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളതുണ്ട്. അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ ആ സുഖ സൗകര്യങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് അവരോടത് പറയുകയാണ് ചെയ്തത്. പറഞ്ഞിട്ട് അവരുടെയും കൂടെ അഭിപ്രായം അറിഞ്ഞിട്ടാണ് നമ്മൾ ആ തീരുമാനം എടുത്തതെന്നുള്ളത്. അതേപോലെ അപ്സര പറയുന്നുണ്ട്, ഇതിനു മുമ്പ് ഇവിടെ പവർ ടീം ഉണ്ടായിരുന്നു, പക്ഷെ അവരെ ആരെയും വീട്ടിലുള്ളവർ ബഹുമാനിച്ചിരുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പം പൂജ പറയുന്നുണ്ട്, അതിപ്പം നിങ്ങളും പവർ ടീമിലുള്ളവരെയൊന്നും നിങ്ങളും ബഹുമാനിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അപ്പം മുമ്പത്തെ കാര്യം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം കൂടെ പറയണം, അല്ലാതെ വീട്ടുകാരെ മാത്രം പറയാൻ പാടില്ല എന്നുള്ളത്. അപ്പം വീട്ടുകാരൊക്കെ കൂടി ഇരുന്നിട്ട് കൈയടിക്കുന്നുണ്ട്. അപ്പോൾ പൂജ തന്നെ പറയുന്നുണ്ട്, അതിപ്പോൾ വീട്ടുകാർ നിങ്ങളുടെ പവറിനെ ബഹുമാനിക്കുന്നത് അവരുടെയും കൂടെ കാര്യമല്ലേ, അപ്പോൾ അവരെയും കൂടെ അംഗീകരിക്കണ്ടേ എന്നുള്ളത്. അപ്പോൾ അപ്സര പറയുന്നത് ശരിയാണ്, ഞങ്ങളുടെ ഭാഗത്തും തെറ്റ് പറ്റിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഉള്ള പവർ ടീമിനെ വീട്ടുകാർ അങ്ങനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു വഴി ഇട്ട് കൊടുത്തതിൽ ഞങ്ങൾക്കൊരു പങ്കില്ലേ എന്നുള്ളതാണ്. അപ്സര പറയുന്നത്, ഞങ്ങൾ ഈ സുഖസൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത് ഞങ്ങൾക്കിവിടെ ഫിസിക്കലി വലിയ പണിയൊന്നും ഇല്ലായിരിക്കും, പക്ഷേ മെൻ്റലി പല തീരുമാനങ്ങൾ എടുക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സമയം ഞങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സ്വന്തം പാത്രം പോലും മറ്റുള്ളവരെ കൊണ്ട് കഴിയിക്കുന്നതെന്നുള്ളത്. അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് പുതുതായിട്ട് കൊണ്ടുവന്നൊരു തീരുമാനം എന്നുള്ളത്. അപ്പോൾ ഗബ്രി പറയാം, നമ്മൾ നേരത്തെ പവർ ടീമിനെ പോലെ അല്ല, നേരത്തെ ഇവിടെ ഉപ്പ് പോലും പവർ ടീം മേടിച്ച് തന്നിരുന്നില്ല, നമ്മൾ ഭക്ഷണ കാര്യത്തിൽ അവരെ ശരിയായിട്ട് നോക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണത്തിലൊരു ബുദ്ധിമുട്ട് വരാതെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം പൂജ പറയുന്നുണ്ട്, അത് ശരിയാണ്, ഇത്തവണത്തെ ലക്ഷറി ബഡ്ജറ്റ് ഇവർ കറക്റ്റായിട്ട് യൂസ് ചെയ്തെന്ന് പറയുമ്പോൾ വീട്ടുകാരൊക്കെ കൂടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്താ, 3000 പോയിൻറ്റ്സ് ഉണ്ടായിരുന്നതിനകത്ത് നിന്ന് 1000 പോയിൻറ്റ്സ് കട്ട് ചെയ്ത് ഒരാൾ പവർ റൂമിൽ കയറിയിരിക്കുകയാണ്, എന്നിട്ടാണ് അയാളാണ് ഇത് പറയുന്നത്. അപ്പം ശരിക്കും വീട്ടുകാരുടെ പ്രശ്നം ആ പവർ ടീമിൽ ഗബ്രി ഉള്ളത് കൊണ്ടാണ്. കാരണം ഗബ്രി അവിടെ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ശരിക്കും ഗബ്രി പവർ ടീമിൽ ഈ ആഴ്ച വരാൻ പാടില്ലായിരുന്നു. നോമിനേഷനിലിട്ട് പ്രേക്ഷകരുടെ ഒരു വിധിയും കൂടെ തേടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രത്തോളം ഒരു ഇത് ഗബ്രിക്കെതിരെ വരത്തില്ലായിരുന്നു. ഗബ്രിക്ക് പറഞ്ഞു നിൽക്കായിരുന്നു, ഞാൻ ഇത്രയും തെറ്റ് ചെയ്തു, പക്ഷേ പ്രേക്ഷക പിന്തുണ കൂടി കിട്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നതെന്നുള്ളത്. നേരെ മറിച്ച് ഗബ്രീനെ പോലെ തന്നെ മിസ്റ്റേക്ക് ചെയ്തിട്ടുള്ള ജിൻഡോ ഇവിടെ നോമിനേഷനിൽ നിൽക്കുന്നു, ഗബ്രി പവർ റൂമിൽ നിൽക്കുന്നു. അത് വീട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ ഗബ്രി ആ പവർ റൂമിലുള്ളിടത്തോളം കാലം ഇതേപോലെ ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇനി അതല്ലാതെ തന്നെ ഇതുവരെ വന്നതിൽ ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് ഈ പവർ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ആർക്കും അറിയില്ല. പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് നോക്കിയാലും പവർ ആരെങ്കിലും കാര്യമായിട്ടൊന്നും സീരിയസ് ആയിട്ട് അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചാൽ പറയാം, അത് ഭയങ്കര അഹങ്കാരമാണ്, എന്താ ഇത് ഏകാധിപത്യമാണോ എന്നുള്ളത് ചോദിക്കും. ഇനി പവർ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ ഇവരെന്തൊരു വാഴകളാണ്, അത് ഉപയോഗിക്കാൻ അറിയുന്ന വല്ലവരുടെ കയ്യിൽ കൊടുക്കാനും പറയും. സത്യത്തിൽ ഈ പവർ റൂമിനെ സെലക്ട് ചെയ്യുന്ന ആളുടെ ബുദ്ധിയും കൂടെ വെച്ചിട്ടിരിക്കും. ഇതിലിപ്പോൾ ജാസ്മിന് പറ്റിയൊരു തെറ്റെന്നും പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗബ്രി നോമിനേഷനിൽ വരാതിരിക്കാൻ ഗബ്രീനെ സേവ് ചെയ്തതാണ്, അത് ജാസ്മിൻ്റെ ഗെയിമാണ്. പക്ഷേ ഇതിൽ അപ്സരേനെയും ഗബ്രീനെയും കൂടെ ഒരുമിച്ചിടുമ്പം അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാൻ സാധ്യതയുള്ളത് അപ്സരയാണ്. അപ്സരേനെ സംബന്ധിച്ചൊരു ഡ്യൂട്ടി ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ആക്റ്റീവായിട്ട് നടന്നിട്ട് അത് കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കും. എവിടെയും മടിച്ചിരിക്കുന്നതായിട്ട് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്സരയ്ക്ക് വ്യക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്, ഒന്നും പുറകോട്ടായിട്ട് നിൽക്കില്ല, അപ്സരയൊക്കെ കറക്റ്റായിട്ട് വന്ന് ചെയ്യും. പക്ഷേ ഗബ്രീനെ പോലുള്ള ആൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. കാരണം ഗബ്രീനെ സംബന്ധിച്ച് ഗബ്രി ഭയങ്കരമായിട്ടും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം, ഗബ്രിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അത് സംസാരിക്കണം എന്നുള്ളതൊക്കെയാണ് ഗബ്രീൻ്റെ ഒരിത്.
മാത്രമല്ല ഗബ്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രാവശ്യം പവർ ടീമിൽ വന്നിട്ടുള്ള ഒരാളാണ് ഗബ്രി. മാത്രമല്ല ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്തിട്ടും ഇപ്പോൾ പുറത്താക്കുക എന്നുള്ളത് വരെയുള്ള പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ വീണ്ടും പവർ റൂമിലേക്ക് വരുമ്പോഴത്തേക്കിനും മറ്റുള്ളവരത് സമ്മതിച്ചു കൊടുക്കില്ല. അപ്പോൾ ഗബ്രി കൊണ്ടുവരുന്ന തീരുമാനങ്ങൾ അവിടെ അംഗീകരിക്കാത്ത ആൾക്കാരാണ് ഭൂരിപക്ഷവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് ടീം പവറിലേക്ക് കയറുമ്പോൾ ഇനി അവരെങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഈ ആര് പവർ ടീമിൽ വന്നാലും വെറുക്കപ്പെടും എന്നുള്ളതാണ് എനിക്ക് ഇതുവരെ കണ്ടതിനകത്തുനിന്ന് മനസ്സിലായത്. അത് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, വീട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി. സത്യം പറഞ്ഞാൽ പവർ ടീമിൽ വരുന്നവർ വെറുക്കപ്പെട്ടവർ എന്നാണ് ഇപ്പം അറിയപ്പെടുന്നത്. ഇന്ന് പൂജ ചോദിച്ച ഒരു ചോദ്യത്തിനും വ്യക്തമായിട്ടൊരു മറുപടി കൊടുത്ത് കൺവിൻസ് ചെയ്യാനായിട്ട് പവർ ടീമിലുള്ള ഒരാൾക്ക് സാധിച്ചിട്ടില്ല. അതുതന്നെയാണ് അവിടുത്തെ പ്രശ്നം. ഇപ്പോൾ പവർ ടീമിൽ വരുന്ന ആൾക്കാരെ ഒരു ടീമായിട്ടല്ല അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസ് കാണുന്നത്. അതിലുള്ള ഓരോ വ്യക്തികളെയും ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ പവർ റൂമിൽ വരുന്ന ഓരോ വ്യക്തികളും അവർ ചെയ്ത മിസ്റ്റേക്സിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്ക് പവർ ശരിക്കും യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയും കൂടെ അവിടെ വരും. ഇത് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണെന്ന് കൂടിയാണല്ലോ പറയുന്നത്. പുറത്തും അങ്ങനെയല്ലേ, കറപ്റ്റഡ് ആയിട്ടുള്ള ഒരാൾ അധികാരത്തിൽ വരുമ്പോഴത്തേക്കിനും ജനങ്ങൾ അവരെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ ബിഗ് ബോസിൻ്റെ ഉള്ളിലും.